ഒരാള് ലെസ്ബിയൻ ആകുന്നത് അല്ലെങ്കിൽ ഗേ ആകുന്നത്, ഹോമോ സെക്ഷൽ ആകുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നത് വളരെ കൃത്യമായി പറയാൻ കഴിയുന്നൊരു വിഷയമാണ്. അത് തെറ്റാണ് എന്ന് പറയുന്നത് ആരാണ്? തെറ്റാണെന്ന് പറയുന്നത് ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടാവാണ് പറയുന്നത് തെറ്റാണ്. വിശുദ്ധ ഖുർആനിലൂടെ അത് ഫാഹിഷത്ത്, അത് മ്ലേച്ഛ വൃത്തിയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. മഹാനായ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിലായിരുന്നു ഈ ഒരു മ്ലേച്ഛ വൃത്തി ആദ്യമായി ഉണ്ടായത്. ആ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ശക്തമായി എതിർത്തു. തൻ്റെ അടുക്കലേക്ക് വന്ന അതിഥികളെ, ഉപയോഗപ്പെടുത്താൻ വന്ന ആളുകളെ, അവരെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം എതിർത്ത് സംസാരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് മ്ലേച്ഛതയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ആരാണ് മനുഷ്യനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത്? അത് മനുഷ്യനെ സൃഷ്ടിച്ചയാളാണ്. ഒരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിന്റെ അത് 10,000 രൂപയോ അല്ലെങ്കിൽ 1,00,000 രൂപയോ ഒക്കെ കൊടുത്തു വാങ്ങിയ ആളാണോ ആ മൊബൈൽ ഫോണിന്റെ എല്ലാ കാര്യങ്ങളും നന്നായി അറിയുക? അതല്ല അതിന്റെ നിർമ്മാതാവാണോ ആ മൊബൈൽ ഫോണിനെ കുറിച്ച് നന്നായി അറിയുക? മനുഷ്യനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് മനുഷ്യന്റെ സട്ടാവായ അള്ളാഹുവാണ്. ആ അള്ളാഹു പറയണത് ഇതൊരു മ്ലേച്ഛതയാണ്, ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ഇത് ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്ത് വലിയ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാത്രല്ല ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്നതിൽ യാതൊരു സംശയവും ഒരാൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ ഇണചേരുന്നതിൽ എന്താണ് അതിൽ ലക്ഷ്യമായി വെക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിൽ ഇണചേരുന്നതിൽ എന്താണ് അതിന്റെ ലക്ഷ്യം? ഒന്ന്, അതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, ഒരു സംതൃപ്തി പൂർണ്ണമായി കിട്ടണം. ഈ ലെസ്ബിയൻ അനുരാഗികൾക്കോ ഗേ അനുരാഗികൾക്കോ പൂർണ്ണമായ ഒരു ലൈംഗിക സംതൃപ്തി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ടെന്നൊക്കെ ഒരു പറയുന്നുണ്ടാവും. പക്ഷേ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല, കിട്ടുന്നുണ്ടാവില്ല അവർക്ക്. അള്ളാഹുവിന്റെ ഡിസൈൻ, പ്രപഞ്ചനാഥന്റെ ഡിസൈൻ ഒരു ആണിന്റെ ലിംഗം സൃഷ്ടിച്ചതും പെണ്ണിന്റെ ലിംഗം സൃഷ്ടിച്ചതും അവർക്ക് തമ്മിൽ സെക്സ് ചെയ്യാവുന്ന, ലൈംഗിക ആസ്വാദനം നടത്താവുന്ന രൂപത്തിലാണ് രണ്ടിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്. ആ പടച്ച പ്രകൃതിക്കെതിരായിക്കൊണ്ടാണ് ആണും തമ്മിലും പെണ്ണും തമ്മിൽ ഇണചേരുമ്പോൾ അത് പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോ അതിലൂടെ ഒന്ന്, സമ്പൂർണമായ ഒരു ലൈംഗിക സംതൃപ്തി കിട്ടൂല. രണ്ട്, പരസ്പരം ഇണചേരുന്നതിന്റെ ലക്ഷ്യം സന്താനോൽപാദനമാണ്, തുടർന്ന് തലമുറകൾ ഉണ്ടാവലാണ്. ഇവിടെ തലമുറകൾ ഉണ്ടാവുണ്ടോ? പെണ്ണും തമ്മിൽ ഇണചേർന്ന് ജീവിച്ചാൽ തലമുറകൾ ഉണ്ടാവോ? ഉണ്ടാവില്ല. നമുക്ക് ഒരാളെ കൊലപ്പെടുത്തുന്നതിനെ കുറിച്ച് ആളുകളോട് ചോദിച്ചാൽ എന്താണ് അവർ പറയാ? കൊലപാതകം വലിയ തിന്മയാണ്. ശരി, ഇനി ഭ്രൂണഹത്യയെ പറ്റി ചോദിച്ചാലോ? ഭ്രൂണഹത്യ അതും തെറ്റാണ് എന്ന് പറയുന്ന ആളുകളാണ് കൂടുതൽ ഉണ്ടാവുക. എന്നാൽ അതൊന്നും വലിയ പ്രശ്നമില്ലാതെ മുട്ട പൊട്ടിച്ച് കഴിക്കണ കാര്യമുള്ളൂ എന്ന് പറയുന്ന ചില വിവരദോഷികൾ, വലിയ സിനിമയുടെ വലിയ ഡയറക്ടർമാരും മറ്റൊക്കെ ഉണ്ടാവും. അവര് പറയണതിനെ ആളുകൾ വില വെക്കാറുണ്ടാവില്ല. ഭ്രൂണഹത്യയും തെറ്റാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയാം. നോക്കൂ, ഇതൊരു ഭ്രൂണഹത്യയിലേക്ക് പോലും എത്തണില്ല. അതിന്റെ മുമ്പ് തന്നെ അടുത്ത തലമുറകൾ ഇവിടെ ഉണ്ടാവണ്ട എന്ന തീരുമാനത്തിലേക്കാണ് ആളുകൾ പോണത്. നോക്കൂ, ലോകത്ത് എല്ലാ ആളുകളും ഹോമോസെക്ഷുവാലിറ്റി അംഗീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്ന് നമ്മൾ വിചാരിക്കുക. ലോകത്ത് എത്ര മഹാന്മാർ ഇവിടെ ജീവിച്ചുപോയി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്ത ആളുകൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ? അതുപോലെ തന്നെ ഒരു തലമുറയെ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ആളുകൾ ഉണ്ടായിട്ടില്ലേ? വർണ്ണ വിവേചനത്തിനെ ശക്തമായി പ്രതികരിച്ച ആളുകൾ ഇവിടെ ഇല്ലേ? സാമൂഹ്യ പരിഷ്കർത്താക്കളില്ലേ? നവോത്ഥാന നായകന്മാരില്ലേ? ഇവരൊക്കെ ജന്മം കൊണ്ടത് എങ്ങനെയാണ്? അവരുടെ വാപ്പയും അവരുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങള് ലെസ്ബിയനാണ്, ഞങ്ങൾ ഗേ ആണ് എന്ന് പറഞ്ഞ് കഴിയുന്നിരുന്നെങ്കിൽ ഇത്തരം മഹാന്മാരൊക്കെ അവിടെ ഉണ്ടാകുമായിരുന്നോ?